എല്ലാവർക്കും ഇൻസൈറ്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സർപ്രൈസ് OTT റിലീസ് സിനിമകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും OTT അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് ബറോസ് എന്ന സിനിമയെക്കുറിച്ചാണ്. ലാലേട്ടൻ നായകനായി സംവിധാനം ചെയ്ത് ക്രിസ്മസ് സ്പെഷ്യലായി തിയേറ്ററുകളിലേക്ക് എത്തി മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയെടുത്ത പാൻ ഇന്ത്യൻ 3D മലയാളം സിനിമയാണ് ബറോസ്. ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയം നേടാതെ പോയ സിനിമ ഇപ്പോൾ തിയേറ്ററിൽ നിന്നും വാഷ് ഔട്ട് ആയിരിക്കുകയാണ്. അതോടെ സിനിമയുടെ OTT അവകാശങ്ങളും വിറ്റുപോയി. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഈ ലാലേട്ടൻ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കി എന്നാണ്. ഫെബ്രുവരി മാസം സെക്കൻഡ് വീക്കിൽ ഹോട്ട്സ്റ്റാർ വഴി ബറോസ് മലയാളം ഉൾപ്പെടെ പാൻ ഇന്ത്യൻ ഭാഷകളിൽ സ്ട്രീം ചെയ്യും എന്നാണ് റിപ്പോർട്ട്. അടുത്ത അപ്ഡേറ്റ് DNA എന്ന സിനിമയെക്കുറിച്ചാണ്. റായ് ലക്ഷ്മി, ബാബു ആന്റണി തുടങ്ങിയവർ പ്രധാന റോളിൽ എത്തിക്കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഡ്രാമ ത്രില്ലർ മലയാളം സിനിമയാണ് DNA. അങ്ങനെ മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ മനോരമ മാക്സ് വാങ്ങി എന്ന റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത്. ചിത്രം ജനുവരി ലാസ്റ്റ് വീക്കിൽ മനോരമ മാക്സ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 31 ആണ്. അടുത്ത അപ്ഡേറ്റ് പണി എന്ന സിനിമയെക്കുറിച്ചാണ്. ജോർജ് സംവിധാനം ചെയ്തു ബിഗ് ബോസ് താരങ്ങളായ സാഗർ, ജുനൈസ്, അഭിനയ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി ഒക്ടോബർ മാസം പുറത്തിറങ്ങിയ ആക്ഷൻ ക്രൈം ത്രില്ലർ മലയാളം സിനിമയാണ് പണി. തിയേറ്ററിൽ നിന്നും അത്യാവശ്യം നല്ല അഭിപ്രായമാണ് ചിത്രത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഇപ്പോഴിതാ ചിത്രം ഇനി OTT റിലീസിന് ഒരുങ്ങുകയാണ്. സോണി ലീവ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ജനുവരി 16 വ്യാഴാഴ്ച സോണി ലീവ് വഴി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ഇനി ഇന്നത്തെ സർപ്രൈസ് OTT റിലീസ് സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തേത് ഫാമിലി പടം എന്ന സിനിമയാണ്. ഉദയ് കാർത്തിക് നായകനായി കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തി തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നും പുറത്തിറങ്ങിയ കോമഡി ഡ്രാമ ഫാമിലി സിനിമയാണ് ഫാമിലി പടം. ചിത്രത്തിന്റെ OTT അവകാശങ്ങളെല്ലാം ഇപ്പോൾ തെങ്കോട്ട OTT പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ജനുവരി 14 ചിത്രം തെങ്കോട്ട OTT പ്ലാറ്റ്ഫോം വഴി OTT റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. മറ്റൊരു തമിഴ് സിനിമ കൂടെ ഇന്ന് രാത്രി OTT റിലീസ് ചെയ്യുകയാണ്. ശിവനായകനായി കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ ലഗ അർജുൻ ചിത്രം ഇന്ന് രാത്രി 12 മണിക്ക് ജനുവരി 14 OTT റിലീസ് ചെയ്യുന്നതാണ്. ആക്ഷൻ കോമഡി ത്രില്ലർ ജോണറിൽ പുറത്തിറങ്ങിയ സിനിമ ആഹാ വീഡിയോസ് വഴിയായിരിക്കും OTT റിലീസ് ചെയ്യുന്നത്. അടുത്ത അപ്ഡേറ്റ് റൈഫിൾ ക്ലബ്ബ് എന്ന സിനിമയെക്കുറിച്ചാണ്. നെറ്റ്ഫ്ലിക്സ് OTT റൈറ്റ്സ് സ്വന്തമാക്കി ആഷിഖ് അബു സംവിധാനം ചെയ്ത് ക്രിസ്മസ് സ്പെഷ്യലായി തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണ് റൈഫിൾ ക്ലബ്ബ്. തിയേറ്ററിൽ ചിത്രത്തിന് പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുക്കാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോഴിതാ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് തീയതി പ്രഖ്യാപനം പുറത്തുവരുമ്പോൾ വരുന്ന ആഴ്ച ജനുവരി 16 ചിത്രം നെറ്റ്ഫ്ലിക്സ് വഴി മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ സ്ട്രീം ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് ആം കാതലൻ എന്ന സിനിമയെക്കുറിച്ചാണ്. നെസ്ലിൻ നായകനായി ഗിരീഷ് എഡി സംവിധാനം ചെയ്തു അനിഷ്മ പ്രധാന റോളിൽ എത്തിയ ഹാക്കിംഗ് ത്രില്ലർ മലയാളം സിനിമയാണ് ആം കാതലൻ. മനോരമ മാക്സ് നേരത്തെ തന്നെ സിനിമയുടെ OTT അവകാശങ്ങൾ വാങ്ങിച്ചിരുന്നു. ഇനി ഈ സിനിമ എന്ന് OTT റിലീസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ വരുന്ന വെള്ളിയാഴ്ച ജനുവരി 17 മനോരമ മാക്സ്, ആമസോൺ പ്രൈം വീഡിയോസ് എന്നീ OTT പ്ലാറ്റ്ഫോമുകൾ വഴി ചിത്രം OTT റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും OTT അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.